ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ HikeandPeaks. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാർത്തകൾ എന്നാണ് ടിക്ടോക്ക്. പ്ലേ സ്റ്റോറിൽ 4.3 വരെ ഉണ്ടായിരുന്ന ടിക്ടോക്കിൻ്റെ റേറ്റിംഗ് 1.3 വരെയായി കുറഞ്ഞത് ഈ അടുത്ത കാലത്താണ്. ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ടിക്ടോക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് ഇടിയുന്നത്? കാരണം ഇതാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലായാലോ സോഷ്യൽ മീഡിയയിലായാലോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആളാണ് അർജുൻ. എന്നാൽ അർജുന് മുമ്പേ റോസ്റ്റിങ്ങുമായി എത്തിയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് AjayNagar. ഇദ്ദേഹത്തെ ഇന്ത്യയുടെ റോസ്റ്റിംഗ് ദൈവം എന്ന് നമുക്ക് പറയാം. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ക്യാരിമിനാറ്റി. ഇനി നമുക്ക് ടിക്ടോക്ക് ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് എങ്ങനെ ഇടിഞ്ഞു എന്ന് നോക്കാം. ടിക്ടോക്കിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള അമീർ സിദ്ദിഖ് എന്ന വ്യക്തിയെ റോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ കുറച്ച് ദിവസം മുമ്പ് AjayNagar അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായ ക്യാരിമിനാറ്റിയിൽ അപ്ലോഡ് ചെയ്തു. പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലാവുകയും പ്രേക്ഷക പ്രതീതി വളരെയധികം നേടുകയും ചെയ്തു. ഏകദേശം 70 മില്യൺ, അതായത് 7 കോടിയോളം വരുന്ന ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ക്യാരിമിനാറ്റി എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കാണുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടു. യൂട്യൂബിൻ്റെ സൈബർ ബുള്ളിംഗ് ടൈംസിനെതിരെയുള്ള വീഡിയോ ആയിരുന്നതുകൊണ്ടാണ് ഇത് നീക്കപ്പെട്ടത് എന്നാണ് യൂട്യൂബ് അറിയിച്ചത്. ഈ സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ രണ്ടായി തിരിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ടിക്ടോക്ക് വേഴ്സസ് യൂട്യൂബ്. AjayNagarൻ്റെ ആരാധകർ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടതിനെതിരെ പ്രതിഷേധിച്ച് ടിക്ടോക്കിനെതിരെ തിരിയുകയും പ്ലേ സ്റ്റോറിൽ പോയി ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ റിപ്പോർട്ട് അടിക്കാനും തുടങ്ങി. ഇതുമൂലം ടിക്ടോക്കിൻ്റെ റേറ്റിംഗ് കുത്തനെ ഇടിയാനും കാരണമായി. അതുമാത്രമല്ല, ടിക്ടോക്കിനെതിരെ കുറേയധികം ഹാഷ്ടാഗുകളുമായി ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു. സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ നിരവധി അഭിപ്രായങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ അവർ പറയുന്നത് എന്തെന്നാൽ, യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ടിക്ടോക്ക് അങ്ങനെയല്ല. അവിടെ നെഗറ്റീവ് കണ്ടൻറ്റുള്ള വീഡിയോ ആണ് പ്രധാനമായും പ്രൊമോട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ടിക്ടോക്കിൻ്റെ ഉപഭോക്താക്കൾ മിക്കതും കൗമാരക്കാരാണ്. ഇനി നമുക്ക് AjayNagarലേക്ക് തിരികെ വരാം. മെയ് 9 കൃത്യമായി പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് 1.4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ലഭിച്ചു എന്ന് പറയാം. അതായത് 14 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് AjayNagar എന്ന വ്യക്തിക്ക് ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനുള്ളത് ഏകദേശം 19 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ്. അതായത് 1,90,00,000 സബ്സ്ക്രൈബേഴ്സ്. എന്നാൽ ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിലൂടെ ടിക്ടോക്കിൽ ചിലരുടെ കോമാളിത്തരങ്ങൾ കാണേണ്ടി വരില്ല എന്ന സന്തോഷത്തിലാണ് അവിടെ AjayNagarൻ്റെ ആരാധകർ. എന്നാൽ ടിക്ടോക്ക് ബാൻ ചെയ്യുകയാണെങ്കിൽ ടിക്ടോക്കിൽ ആത്മാർത്ഥമായി വീഡിയോ ചെയ്യുകയും വളരെയധികം കഷ്ടപ്പെട്ട് ഫോളോവേഴ്സും ലൈക്കും ഒപ്പിച്ച് ചിലരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്നും അഭിപ്രായമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും.